ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഞാൻ ഇടയ്ക്ക് ഈ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഇതിനുള്ള മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളൊന്ന് ചെറിയ ട്രാവൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ വിശേഷമൊക്കെ ഇട്ടാലോ 2 ദിവസത്തെ ബയോ. അപ്പം നമ്മൾ അവിടുന്ന് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. ചേച്ചിയും ചേട്ടായുടെ വീട്ടിലായിരുന്നു നമ്മളൊന്ന് രാത്രി കിടന്ന്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു തീരുമാനം പറഞ്ഞത്, വെളിയിൽ പോകണം, ഒരു സ്ഥലം പോവാം, കയ്യിൽ കിട്ടുന്ന ഡ്രസ്സ് എടുത്തോ പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ കയ്യിൽ കിട്ടിയ ഡ്രസ്സ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോവാണ് കേട്ടോ. ഒരു 3-3:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഫുഡൊക്കെ ഇഷ്ടമായതുകൊണ്ട് അവരെല്ലാവരും ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പൊക്കോട്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനും. ഒരുപാട് ഭംഗിയായ ഫാമിലിയായിട്ടിരുന്ന ഒരുപാട് ദിവസമായി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു യാത്ര പോയിട്ട് തന്നെ കേട്ടോ. അതുകൊണ്ട് നല്ലതായിരുന്നു. അങ്ങനെ പോയി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനെങ്കിൽ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് അടുത്ത യാത്ര തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങി. ഇന്നലത്തെ ക്ഷീണത്തിൻ്റെ എല്ലാവരും മയങ്ങിയിരിക്കാനുണ്ട്. ഇന്നലെ ഉറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി. അത് തന്നെയല്ല, രാവിലെ എഴുന്നേറ്റു, പിന്നെ ഇങ്ങോട്ടുള്ളതായി, പിന്നെ ചായയൊക്കെ കുടിച്ചു. അപ്പൻ്റെയും മോൻ്റെയും കലാവിരുതുകളാണ്. കുറച്ച് നേരം കാറിൽ കിട്ടിയപ്പോൾ അവർ അമ്മി ഉള്ള കലാവിരുതുകളായിട്ടോ. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം നമ്മളപ്പോൾ അവിടെ നിന്ന് അങ്ങനെ യാത്ര തിരിച്ചു. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന ഉദ്ദേശിച്ച സ്ഥലത്ത് കടശീല വന്ന് ചേർന്നിട്ടുണ്ട്. തമിഴ് വരുന്നുണ്ടല്ലേ, കുഴപ്പമില്ല. ഇത് ഉപ്പുകണ്ടക കേട്ടോ. ഉപ്പുകണ്ടൊക്കെ കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും ഇവിടുന്ന് പെട്ടെന്ന് പോകുന്നത് ഇങ്ങോട്ടായിരിക്കും എന്നല്ലേ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. പോണ്ടിച്ചേരിയിലോട്ടാണ് യാത്ര തിരിച്ചത്. അങ്ങനെ പോണ്ടിച്ചേരി ചെന്നു. ആടിമാസമൊക്കെ ആയതുകൊണ്ട് അമ്പലത്തിൽ എവിടെ പോയാലും ലൈറ്റും സെറ്റിങ്ങും കാര്യങ്ങളും ഒരു രക്ഷയില്ല കേട്ടോ. പോണ്ടിച്ചേരിയിലെ രാത്രിത്തെ കാഴ്ചകളാണെങ്കിലും നല്ല ഒരുപാട് രസം. നമ്മൾ നേരെ പിന്നെ ബീച്ച് സൈഡിലോട്ട് പോയി കുറേ നേരം ബീച്ചിൽ അങ്ങനെ ടൈം അങ്ങനെ ഇപ്പോൾ ഇത്ര നേരം കൊണ്ടേ കാറിലിരിക്കുമല്ലോ. ഒരു 3 മണിക്കൂറോളം ഉള്ള യാത്രയായിരുന്നു. 3-3:30 യാത്ര ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചെന്നൈന്ന്. അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി ചെന്നു. അവിടെ ചെന്നതിന് ശേഷം ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് കടയിൽ കയറി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഐസ്ക്രീം കഴിക്കാനായിട്ടിരുന്നു. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണേ. നേരെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ ഉള്ളൊരു താമരക്കുളം കേട്ടോ. 2-3 താമരക്കുളം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് തന്നെ. ഐസ്ക്രീമൊക്കെ കഴിച്ച് വെളിയിൽ ഇറങ്ങി. അപ്പോൾ പിന്നെ നേരെ ഇനിയിപ്പോൾ അടുത്ത റൂമല്ലേ നോക്കാം, നമുക്ക് റൂം നോക്കുമ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ റൂം നോക്കുമ്പോൾ രാത്രി ഡ്രസ്സിങ്ങും അല്ലാതുള്ള കടകളൊക്കെ ആണെങ്കിലും ഭംഗിയുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ നൈറ്റ് കേട്ടോ പോണ്ടിച്ചേരിയിൽ. നല്ല രസമായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ റൂമൊക്കെ എടുത്തു. റൂമിലോട്ട് റൂമിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല റൂമാണ്. അങ്ങനെ റൂമിലോട്ട് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഭയങ്കര ഒന്ന് ഫ്രീ ആയി. റൂമിലോട്ട് എത്തിയപ്പോഴത്തേക്കിന് പിന്നെ കണ്ണാടി കണ്ടാൽ നമുക്ക് 2 ഫോട്ടോ അത് നിർബന്ധമാണല്ലോ. 2 ഫോട്ടോ ഒക്കെ എടുത്ത് ഇവരെന്തോ കാര്യമായിട്ട് ഇങ്ങനെ താഴോട്ട് നോക്കിക്കാണ്. കാർ നോക്കി എന്താണെന്നൊന്നും അറിയില്ല. പിള്ളേർ ഭയങ്കര ബഹളമാണ്. അവർ 3 പേരും 4 പേരും കൂടെ നല്ല ബഹളമായിട്ടുണ്ട്. ഇത്ര നേരം കാറിൽ നിന്നതിൻ്റെ ക്ഷീണം അവർ റൂമിലെത്തിയപ്പോഴത്തേക്കിന് തീർക്കുകയാണ്. അങ്ങനെ ചേച്ചി ഞാൻ 2 വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് കണ്ണാടിയിലെ മുന്നിലിരുന്ന് അതിനുശേഷം അവർ ഫുഡൊക്കെ വാങ്ങിയിട്ട് വരികയാണേ. ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.